ടൈപ്പ് ഓഫ് പെർസെപ്ഷൻ അല്ല, 2 സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ എന്നാണ് കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ഇൻഡിറ്റർമിനേറ്റ് അഥവാ നിർവികൽപ്പ, രണ്ടാമത്തത് ഡിറ്റർമിനേറ്റ് അഥവാ സാവികൽപ്പ. അപ്പോ ഇവർ രണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇവർ 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെർസെപ്ഷൻ അല്ല, ഒരേ പ്രോസസ്സിന്റെ 2 സ്റ്റേജുകളാണ്. ഗൗതമയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അൺഅസോസിയേറ്റഡ് വിത്ത് എ നെയിം, അതായത് ഒരു നെയിമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അത് പറഞ്ഞു, അതിൽ തന്നെ പറഞ്ഞു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതാണ് ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. എല്ലാ പെർസെപ്ഷനും ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻസ് ആയിരിക്കും, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ക്യാന്റിന്റെ ഐഡിയ ഓഫ് നോളജിനെ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് നോളജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെൻസേഷനും ഉണ്ടാവും, കൺസെപ്ഷനും ഉണ്ടാവും. പെർസെപ്റ്റ് വിത്തൗട്ട് കോൺസെപ്റ്റ് ആർ ബ്ലൈൻഡ് ആൻഡ് കോൺസെപ്റ്റ് വിത്തൗട്ട് പെർസെപ്റ്റ് ആർ എംപ്റ്റി. ഈ ഒരു കാര്യത്തിനോട് ഫിലോസഫി എഗ്രി ചെയ്യുന്നുണ്ട്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻസേഷനും കൺസെപ്ഷൻ, അതായത് സെൻസും കോൺസെപ്റ്റും കമ്പൈൻ ചെയ്തതാണ് പെർസെപ്ഷൻ. പക്ഷേ ഈ സെൻസേഷൻ, കൺസെപ്ഷൻ, ജഡ്ജ്മെന്റ് ഇതെല്ലാം ഒന്നിനു ശേഷം ഒന്നായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സെൻസേഷനും കൺസെപ്ഷനും കമ്പൈൻ ചെയ്താണ് പെർസെപ്ഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ക്യാന്റിന്റെ ഐഡിയ അവർ റിജക്ട് ചെയ്തിട്ടില്ല. പക്ഷേ സെൻസേഷൻ, കൺസെപ്ഷൻ, ജഡ്ജ്മെന്റ് ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു ഓർഡറിലാണ് നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഐഡിയ അവര് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. ഒരു ഡാർക്ക് സിനിമ ഹാളില് നമ്മൾ ആദ്യം ചെന്ന് കയറുമ്പോൾ, അതായത് സിനിമ ഹാളിൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ ഹാളിൽ കയറുമ്പോൾ ആദ്യം എന്തായിരിക്കും, മൊത്തം ഇരുട്ടായിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം കുറച്ച് ഡിമ്മായിട്ടായിരിക്കും ആദ്യം ഒബ്ജക്റ്റുകളെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ. ഇനി അതിനെ പതുക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ. അതായത് ഒരു കാര്യത്തിനെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് അൺക്ലിയർ ആയിരിക്കും, അത് ഇൻഡിറ്റർമിനേറ്റും. എന്നാൽ അത് അടുത്തടുത്ത് വരും തോറും ഡിറ്റർമിനേറ്റ് ആവും. ഇനി നമുക്കൊരു വെള്ളം, അത് നമുക്ക് കൂൾനെസ്സുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ, അതായത് നമുക്ക് വാട്ടർ ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കൂൾനെസ്, വാട്ടർ എന്ന് പറഞ്ഞാൽ കൂൾനെസ്, അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ. ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ ആട്രിബ്യൂട്ട് ഇല്ലാതെ ഷോ ചെയ്യുന്നതാണ്. ഒരു ഒബ്ജക്റ്റിനെ, അതായത് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ഷോസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. ഡിറ്റർമിനേറ്റ് പെർസെപ്ഷനിലാണ് ഒബ്ജക്റ്റും അതിന്റെ ആട്രിബ്യൂട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതായത് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ സൈക്കോളജിക്കലും എന്നാൽ ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ലോജിക്കലുമായിരിക്കും. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ സൈക്കോളജിക്കലും ഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ലോജിക്കലും. ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ റോ അവയർനെസ് ആണ്, പക്ഷെ അതിനെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യുമ്പോൾ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻഡിറ്റർമിനേറ്റും ഡിറ്റർമിനേറ്റ് പെർസെപ്ഷനെ ഒരിക്കലും ടോട്ടലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പറയുമ്പോൾ ഇത് അതാണ്, ഇത് മറ്റതാണ് എന്നൊക്കെ, ഇത് ആട്രിബ്യൂട്ട് ഇല്ലാത്തതാണ്, ഇത് ആട്രിബ്യൂട്ട് ഉള്ളതാണ്, ഇത് സൈക്കോളജിക്കലാണ്, ഇത് ലോജിക്കലാണ് എന്നൊക്കെ ടോട്ടലി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും റിയാലിറ്റിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോളജ് മീൻസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനേറ്റ് ആയിരിക്കും, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ കൂടി വേണം. തുടക്കത്തിൽ പറഞ്ഞ സെയിം കാര്യം, ഇവരൊരിക്കലും സെപ്പറേറ്റ് അല്ല. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു പെർസെപ്ഷന്റെ 2 സ്റ്റേജസ് ആണ് ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും, അല്ലാതെ പെർസെപ്ഷന്റെ 2 കൈൻഡ് അല്ല. ഇനി പഠിക്കാൻ പോകുന്നത് പെർസെപ്ഷന്റെ 2 കൈൻഡ്സ് ആണ്. അതായത് പെർസെപ്ഷൻ, ഓർഡിനറി പെർസെപ്ഷൻ അഥവാ ലൗകിക പെർസെപ്ഷനും ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ അഥവാ അലൗകിക, 2 ടൈപ്പ് ആയിട്ടുണ്ട്. ഇതില് ഓർഡിനറി പെർസെപ്ഷൻ സംഭവിക്കുന്നത് സെൻസ് ഓർഗൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റും തമ്മിൽ ഒരു യൂഷ്വൽ വേയിൽ കോണ്ടാക്ട് വരുമ്പോഴാണ്. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി മീഡിയത്തിലൂടെ സെൻസ് ഓർഗൻസും
ഒബ്ജക്ട്സും തമ്മിൽ ഒരു അൺയൂഷ്വൽ വേയിൽ കോൺടാക്ട് വരുമ്പോഴാണ്. അതായത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓർഡിനറി പെർസെപ്ഷൻ ആണെങ്കിൽ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിൽ ഒരു യൂഷ്വൽ വേയിലുള്ള കോൺടാക്ട് ആയിരിക്കും. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനിൽ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി മീഡിയത്തിന്റെ സഹായത്തോടു കൂടി ഉള്ള ഒരു അൺയൂഷ്വൽ കണക്ഷൻ ആയിരിക്കും. ഇനി ഓർഡിനറി പെർസെപ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ പെർസെപ്ഷനും എക്സ്റ്റേണൽ പെർസെപ്ഷനും. അതായത് ഇന്റേണൽ പെർസെപ്ഷനെ നമ്മൾ മനസ്സ എന്ന് പറയും, എക്സ്റ്റേണൽ പെർസെപ്ഷനെ ബാഹ്യ എന്ന് പറയും. ഇനി ഇന്റേണൽ പെർസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ മൈൻഡ് അഥവാ മനസ്സ് മെന്റൽ സ്റ്റേറ്റുകളായിട്ടുള്ള കൊഗ്നിഷൻ, ഡിസയർ, പെയിന്, പ്ലഷറുമായിട്ടല്ല കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അടുത്ത് എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 സെൻസ് ഓർഗൻസും എക്സ്റ്റേണൽ ഒബ്ജക്ട്സും തമ്മിലുള്ള കോണ്ടാക്റ്റിനെയാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എക്സ്റ്റേണൽ പെർസെപ്ഷൻ 5 ടൈപ്പ് ഉണ്ട്. വിഷ്വല്, ഓഡിറ്ററി, ടാക്ടൈല്, ഗസ്റ്റേറ്ററി, ഓൾഫാക്ടറി. ഈ സെൻസ് ഓർഗൻസ് എല്ലാം മെറ്റീരിയൽ എലമെന്റ്സ് ആയിട്ടുള്ള എർത്ത്, വാട്ടർ, ഫയർ, അതുപോലെ ഈഡറിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സെൻസ് ഓർഗൻസ് ഫോർ സൈറ്റ്, സൗണ്ട്, ടച്ച് എല്ലാം, ടേസ്റ്റ്, സ്മെല്ല്, ഇതിനെല്ലാം പെർസീവ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഒബ്ജക്ട്സിൽ നിന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ സെൻസ് ഓർഗനും ഓരോ എലമെന്റിന്റെ സ്പെസിഫിക് ക്വാളിറ്റി ഉണ്ടാവും. എക്സാമ്പിൾ സെൻസ് ഓർഗൻ ഓഫ് സ്മെൽ എന്ന് പറയുന്നത് എർത്തിലെ ആറ്റംസുമായിട്ട് മേഡപ്പ് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ അത് സ്മെല്ല് പെർസീവ് ചെയ്തു. ഇനി എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ 3 കൈൻഡ്സ് ഉണ്ട്. അത് ഇത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓർഡിനറി പെർസെപ്ഷനെ കുറിച്ചായിരുന്നു, അതിലെ ഡിസ്റ്റിങ്ഷൻസ് ആണ്. ഇനി എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് പോയിന്റ് ആയിട്ട് ചേർക്കേണ്ടതും ഇതാണ്. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ 3 കൈൻഡ് ആണ്. സാമാന്യ ലക്ഷണ പെർസെപ്ഷൻ, ജ്ഞാന ലക്ഷണ പെർസെപ്ഷൻ, യോഗജ പെർസെപ്ഷൻ. ഇനി ഓരോന്നായിട്ട് നോക്കാം. സാമാന്യ ലക്ഷണ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽസ് എന്നാണ് അർത്ഥം. അതായത് അക്കോർഡിംഗ് ടു ന്യായ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽസ് എല്ലാം റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ അവർ പർട്ടിക്കുലർ ഒബ്ജക്ട്സിൽ ഇൻഹാൻഡ് ആയിട്ടുള്ളതായിരിക്കും. അതായത് ഇതിനെ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വല് ഒരു ക്ലാസ്സിൽ അടങ്ങിയിരിക്കും. കാരണം ആ യൂണിവേഴ്സൽ എന്ന് പറയുന്ന, അതായത് ആ ക്ലാസിന്റെ യൂണിവേഴ്സാലിറ്റിയിൽ അയാൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഹ്യൂമനെ ഹ്യൂമൻ ആക്കുന്നത് എന്താണ്? അതിന്റെ ഹ്യൂമൻനെസ് ആണ്. കൗവിനെ കൗ ആക്കുന്നത് എന്താണ്? അതിന്റെ കൗനെസ് ആണ്. ഇത് തന്നെയാണ് സാധനം. അതായത് പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽസ്. ഒരു യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറിക്കകത്ത് നമ്മളെല്ലാവരും ഇൻക്ലൂഡഡ് ആവും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഹെറന്റ് പർട്ടിക്കുലർ നേച്ചർ ഉണ്ട്. അടുത്ത് രണ്ടാമത്തെ ടൈപ്പ് പെർസെപ്ഷൻ ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ. ഇതിനകത്ത് പെർസെപ്ഷൻ ത്രൂ അസോസിയേഷൻ ആണ് ഉള്ളത്. അതായത് ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ പറയുന്നത് സെൻസേഷൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് ഒരു സിംഗിൾ പെർസെപ്ഷൻ ആയിട്ട് മാറുന്നത്. ജ്ഞാനലക്ഷണ, അക്കോർഡിംഗ് ടു ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ, സെൻസേഷൻസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ പെർസെപ്ഷൻ. അതായത് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ മെമ്മറിയിലൂടെ റിവൈവ് ചെയ്തിട്ട് അതിനെ പാസ്റ്റ് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ റെപ്രസെന്റേഷനലി പെർസീവ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുട്ടിട്ട് വരുന്ന ഒരു റോസാപ്പൂവിനെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും നല്ല നമ്മളെ മൈൻഡിൽ അത് വരും, നല്ല മണമുള്ള ഒരു റോസാപ്പൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രേഗ്രൻസ് അഥവാ നമ്മൾ പറഞ്ഞു ഐ സി എ ഫ്രേഗ്രൻസ് റോസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ശരിക്കും നമ്മൾ അത് കാണുന്ന മാത്രമേ, നമ്മൾ അത് സ്മെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രേഗ്രൻസ് അവിടെ ഡയറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള അസോസിയേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിട്രീവ് ചെയ്ത് ആ മെമ്മറിയെ നമ്മൾ റിട്രീവ് ചെയ്തെടുത്ത് അതിനെ നമ്മൾ അങ്ങനെ പറയുന്നു. ഇനി വിഷ്വൽ പെർസെപ്ഷൻ, അതായത് ഈ റോസിന്റെ വിഷ്വൽ പെർസെപ്ഷൻ നമുക്ക് അതിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എന്ത് കൊണ്ടുവരുന്നു, ഫ്രേഗ്രൻസിനെ മെമ്മറൈസ് ചെയ്യിക്കുന്നു. ഇതാണ് ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ് സാൻഡൽവുഡിന്റെ പീസ്, അതായത് ചന്ദനമരം നല്ല സ്മെല്ലുള്ളതായിരിക്കും, ഐസ് കോൾഡ് ആയിരിക്കും. ഇതെല്ലാം പറയുന്നത് ജ്ഞാനലക്ഷണ പെർസെപ്ഷനിൽ വരുന്ന കാര്യമാണ്. അടുത്ത് ഏറ്റവും ലാസ്റ്റത്തെ പെർസെപ്ഷൻ യോഗജ പെർസെപ്ഷൻ. തേർഡ് കൈൻഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണ് യോഗജ പെർസെപ്ഷൻ. ഇതിനകത്ത് നമ്മൾ പറയുന്നത് യോഗജ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് അവയർനെസ് ഓഫ് ഓൾ ഒബ്ജക്റ്റ് ആണ്. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ
ഈ മൂന്ന് കാര്യങ്ങളും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഈ മൂന്ന് കാര്യങ്ങളെയും കൂടെ ഒരുമിച്ച് യോഗീസിന്റെ ഇൻഡ്യൂട്ടീവ് അവയർനെസ് എന്ന് പറയുന്നതാണ് യോഗജ. അതായത് യോഗജ ഈസ് ദ ഇൻഡ്യൂട്ടീവ് അവയർനെസ് ഓഫ് ഓൾ ഒബ്ജക്ട്സ്. അതിനകത്ത് വരുന്നതാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതിന്റെ മൂന്ന് കാലഘട്ടങ്ങളിലെയും എല്ലാ അവയർനെസ്സും ഇതിനകത്ത് വരും ബൈ യോഗീസ്. അതായത് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് യോഗീസിനാണ്. ഇതിലൂടെ നമുക്ക് പവർ ഓഫ് മെഡിറ്റേഷൻ, ഇറ്റ് റൈസസ് ടു ദ പവർ ഓഫ് മെഡിറ്റേഷൻ. അതായത് ഇപ്പോഴത്തെ ഒരാൾ സമാധി കൊണ്ട് കെട്ടി എന്ന് പറയുന്നില്ലേ, അയാൾ പണ്ടത്തെ കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ചുറ്റും എന്ത് ചെയ്യും, മറ്റേ ഈ ചെറ്റുപുതലോ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ മൂടി വരുമെന്നൊക്കെ പറയില്ലേ പണ്ടത്തെ മാസ്റ്റർമാർ. ഈ ഇതിനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമെന്നൊക്കെ പറയില്ലേ, ആ കോൺസെപ്റ്റ് പോലത്തെ ഒരു സാധനമാണിത്. അതായത് ഈ യോഗീസിനൊക്കെ ഈ പാസ്റ്റിൽ നടന്നതും പ്രസന്റിൽ നടക്കുന്നതും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന എല്ലാ ചിതൽപുറ്റ് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് യോഗജ എന്ന് പറയുന്നത് ജൈനിസത്തിലെ കേവല ജ്ഞാനയും ബുദ്ധിസത്തിലെ ബോധിയും അതുപോലെ തന്നെ സാഖ്യയോഗയിലെ കൈവല്യ എന്ന് പറയുന്ന കോൺസെപ്റ്റും വേദാന്തൻസിലെ അപരോക്ഷാനുഭൂതി എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജൈനിസത്തിൽ കേവല ജ്ഞാനം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് അബ്സല്യൂട്ട് ഓർ പെർഫെക്റ്റ് നോളജ് എന്നാണ് അർത്ഥം. ബുദ്ധിസത്തിലെ ബോധി എന്ന് പറയുന്നത് എ ടേം ദാറ്റ് റെഫേഴ്സ് ടു അവേക്കനിങ് ഓർ എൻലൈറ്റ്മെന്റ്. അടുത്ത് കൈവല്യ എന്ന് പറയുന്നത് സാഖ്യയോഗയിലെ കൈവല്യ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് ലിബറേഷൻ. അടുത്ത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വേദാന്തൻസിലെ അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓർ ഇമ്മീഡിയറ്റ് റിയലൈസേഷൻ. സോ ഇതൊക്കെയാണ് മറ്റ് കോൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ മറ്റ് ജൈനിസം ബുദ്ധിസം പോലുള്ള കോൺസെപ്റ്റുകളിൽ യോഗജയായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിലെല്ലാം പറയുന്നത് മെഡിറ്റേഷൻ, സെൽഫ് റിയലൈസേഷൻ, അവേക്കനിങ്, എൻലൈറ്റ്മെന്റ് ഇതുപോലുള്ള കാര്യങ്ങളാണ്. യോഗജ പെർസെപ്ഷൻ ഇൻഡ്യൂട്ടീവ് ആണ്. അതുപോലെ തന്നെ സെൻസസിൽ ബിയോണ്ട് ദ സെൻസസ് ആണ്, ബിയോണ്ട് റിലേഷൻസ് ആണ്. അതായത് നമ്മുടെ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ അല്ലാതെ ഇതൊരു എക്സ്ട്രാ കൈൻഡ് ഓഫ് സാധനമായിട്ട് നിൽക്കുന്ന പെർസെപ്ഷൻ ആണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനകത്ത് വന്നത്.